ചില വർഷങ്ങൾക്കപ്പുറം മാസിഡോണിയൻ ചക്രവർത്തിയായ ഫിലിപ്പ് രാജാവ് തൻ്റെ പ്രിയപ്പെട്ട മകൻ അലക്സാണ്ടർ രാജകുമാരന് ഒരു കുതിരയെ സമ്മാനമായി നൽകി. കുതിരയെ സമ്മാനമായി ലഭിച്ചതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം ഈ കുതിരപ്പുറത്ത് കയറി ഓടുവാനായിട്ടുള്ള ശ്രമം ആരംഭിച്ചു. എന്നാൽ ഒരു തരത്തിലും ഈ കുതിര വഴങ്ങാതെ അതിങ്ങനെ കുതറി ഓടുകയാണ്, വിരളി പിടിച്ചോടുകയാണ്. ഈ അവസരം എന്താ സംഭവിക്കുന്നതെന്നറിയാതെ അലക്സാണ്ടർ രാജകുമാരൻ പകച്ചു നിൽക്കുന്നതായിട്ടുള്ള സാഹചര്യം. ഈ അവസരം ഇത് കണ്ടതായിട്ടുള്ള കുതിരാലയം നടത്തിപ്പുകാരൻ അടുത്തേക്ക് വന്നിട്ട് ഈ കുതിരയെ പിടിച്ച് സൂര്യൻ അഭിമുഖമായി നിർത്തി. രാജകുമാരൻ വളരെ ആയാസരഹിതമായി ഈ കുതിരപ്പുറത്ത് കയറി സുന്ദരമായ നിലയിൽ ഈ കുതിരയുടെ പുറത്ത് കയറി അദ്ദേഹം യാത്ര ചെയ്തു. എന്താ സംഭവിച്ചതെന്നറിയാൻ ഉള്ള വ്യഗ്രതയോടെ ഈ കുതിരാലയം നടത്തിപ്പുകാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജകുമാരൻ ഈ കുതിരപ്പുറത്ത് കയറുവാൻ ശ്രമിക്കുമ്പോൾ ഈ കുതിര സൂര്യൻ എതിർദിശയിലാണ് നിന്നത്. അപ്പോൾ അതിൻ്റെ നിഴൽ കണ്ട്, തൻ്റെ തന്നെ നിഴൽ കണ്ട് ഈ കുതിര ഭയപ്പെട്ടതാണ്. ഇന്ന് ഈ ആത്മീയ ശുശ്രൂഷയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, വിശ്വാസ സമൂഹമേ, ഇന്നലകളിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന പല വിഷയങ്ങളുടെ പിന്നിലെ കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ സൂര്യന് വിപരീതമായ ദിശയിലാണ് നിൽക്കുന്നത്. ഇന്ന് ഈ പകൽക്കാലം നീതി സൂര്യനായ ദൈവത്തിന് അഭിമുഖമായി നിങ്ങൾ നിൽക്കാൻ തയ്യാറായാൽ നിശ്ചയമായും നിങ്ങളുടെ ഭയങ്ങൾ അവസാനിക്കും, നിങ്ങളുടെ പ്രവൃത്തികൾ സാധ്യമായി തീരും. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. നീതി സൂര്യനായ ദൈവത്തിന്റെ വിപരീത ദിശയിൽ നിൽക്കുന്ന മനുഷ്യ, നിന്റെ നിഴലുകൾ പോലും നിന്നെ ഭയപ്പെടുത്തും. Praise the Lord. Hallelujah. ആമേൻ. സാഹചര്യങ്ങൾ മാത്രമല്ല, നിന്റെ നിഴലുകൾ പോലും നിന്നെ ഭയപ്പെടുത്തും. എന്നാൽ ഹല്ലേലൂയ, ദൈവോന്മുഖനായ മനുഷ്യ, ദൈവത്തിന് അഭിമുഖമായി സഞ്ചരിക്കുന്ന മനുഷ്യ, ഏത് സാഹചര്യങ്ങളെയും ആയാസരഹിതമായ നിലയിൽ നേരിടുവാൻ, അത്ഭുതകരമായ നിലയിൽ അതിജീവിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കും. അതുകൊണ്ട് വഴിയും സത്യവും ജീവനുമായ സാക്ഷാൽ നീതി സൂര്യനായ ദൈവത്തിന് അഭിമുഖമായി ജീവിതത്തെ നീ നേരിടുന്നെങ്കിൽ നിശ്ചയമായും ജീവിതം പരാജയമായി തീരുകയില്ല. പഴയ നിയമ ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ പുരാതന ഭക്തനായ ഒരു രാജാവിനെ നമുക്ക് പരിചയപ്പെടുത്തുവാൻ കഴിയും. അവന്റെ പേര് യഹോശാഫാത്ത് എന്നാണ്. ഒരു ദിവസം 3 രാജാക്കന്മാർ ഒരു സംഘടിത ശക്തിയായി യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിനായി കടന്നു വരികയാണ്. ഈ കുതിരയെ പോലെ യഹോശാഫാത്ത് ഭയപ്പെടുകയാണ്. എത്ര പേർക്ക് മനസ്സിലായി? ശത്രു ശക്തികൾ സംഘടിത സമൂഹമായി വന്ന ഈ വലിയ സൈന്യം, ആയുധങ്ങളും ആരവാരങ്ങളുമായി അടുത്തു വന്ന ഈ വലിയ സൈന്യത്തെ കണ്ട് യഹോശാഫാത്ത് ഭയപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ഭയം നിറഞ്ഞ സാഹചര്യങ്ങളിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ അവൻ തീരുമാനിച്ചില്ല.
മറിച്ച് അവൻ എന്താ ചെയ്തത്? 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഭയപ്പെട്ട യഹോശാഫാത്ത് സാഹചര്യങ്ങൾ ഉയർത്തുന്ന സംഭീതി നിറഞ്ഞ സംഭ്രമജനകമായ സാഹചര്യങ്ങൾ നടുവിൽ ആയിരുന്ന യഹോശാഫാത്ത്, ആമീൻ, യഹൂദയുടെ രാജാവായവൻ, അവൻ എന്താ ചെയ്തത്? അവൻ ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ ഉയർത്തുന്ന ഭയം നിറഞ്ഞ ജീവിതാനുഭവങ്ങളുടെ നടുവിൽ ആയിരിക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ നടുവിൽ ആയിരിക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് ഈ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ: യഹോവയെ അന്വേഷിക്കുക. നീ ആയിരിക്കുന്ന ഏത് പ്രശ്ന സങ്കീർണതകളിൽ നിന്നും, നീ ആയിരിക്കുന്ന ഏതവസ്ഥാ വിശേഷത്തിൽ നിന്നും, നീ അഭിവരിക്കുന്ന ഏത് സംഘടിത സമൂഹത്തിന്റെ ശത്രു ശക്തികളുടെ പോർവിളികളുടെ നടുവിൽ നിന്നും, നീ കടന്നു പോകുന്ന ഏതൊരു ആവശ്യനിർഭരമായ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നും നിന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. അബ്രഹാമിന്റെ ഭാഷയിൽ പറഞ്ഞ അവൻ എലോഹീമാണ്, അവൻ എൽ ശദായാണ്. ആമീൻ. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിടുവിക്കുന്ന ദൈവം ചോദിക്കും, എനിക്ക് വിടുവിക്കാൻ കഴിയാത്ത വല്ല സാഹചര്യവും നിന്റെ മുമ്പിലുണ്ടോ? പുരാതന ഭക്തനായ മോശ ഇസ്രായേൽ ജനത്തോട് ചോദിക്കുന്നു, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ഇറച്ചി തരുമെന്ന് ചോദിക്കുന്ന ജനത്തോട് ദൈവമേൻ മോശ പറയുകയാ, ഇസ്രായേലെ ചെങ്കടലെ വിഭാഗിച്ച അതേ ദൈവം, യോർദാനെ വറ്റിച്ച അതേ ദൈവം, പ്രൈസ് ദി ലോർഡ്, മരുഭൂമിയുടെ ചൂടേറിയ അനുഭവങ്ങൾ പകലിൽ മേഘസ്തംഭമായി രാത്രി എത്തിത്തൂടായി നിങ്ങളെ നടത്തിയ അതേ ദൈവം, അവന്റെ കരങ്ങൾ കുറുതായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവന്റെ കരങ്ങൾ ബലഹീനമായിട്ടില്ല. അവൻ നിങ്ങളെ നടത്തുവാൻ മതിയായവനാ. ഇവിടെ രാജാവായ യഹോശാഫാത്ത് ഈ സംഘടിത സമൂഹത്തിന്റെ നടുവിൽ അവൻ യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. അന്വേഷണത്തിൽ അത് ചില കണ്ടെത്തലുകളിലേക്ക് നമ്മളെ നയിക്കും. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. വിശുദ്ധ വേദം പറയുന്ന അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിക്കുന്നവന് അവൻ എത്തിച്ചേരുന്ന സുനിശ്ചിതമായൊരു സാഹചര്യമുണ്ട്. ആ അന്വേഷണം അവനെ ചില കണ്ടെത്തലുകളിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് മഹാനുപ്രഭാവന്മാരായ ശാസ്ത്രജ്ഞന്മാരും ഉന്നതരായ ഫിലോസഫേഴ്സും ഒക്കെ ലോകത്തിൽ പല കാര്യങ്ങൾ കണ്ടുപിടിച്ചത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാം, ഒരിക്കൽ ഒരു മനുഷ്യന്റെ തലയിൽ ആപ്പിൾ വീണു, ഇല്ലേ? ആ മനുഷ്യൻ ലോകത്തെ അത്ഭുതകരമായൊരു കണ്ടുപിടുത്തത്തിലേക്ക് ശാസ്ത്രത്തിന് അടിസ്ഥാനമിട്ട ചില അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക് ആ മനുഷ്യന്റെ ചിന്തകളെത്തി. നമ്മുടെ തലയിൽ തേങ്ങ വീണിട്ടുണ്ട്, ചക്ക വീണിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ നമ്മളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ചില അന്വേഷണം നമ്മളെ എവിടേക്ക് നയിക്കും? ചില കണ്ടെത്തലുകളിലേക്ക് നയിക്കും. അപ്പോൾ ഒന്നാമതായി അവൻ കണ്ടെത്തിയത് എന്താ? ഞാൻ വചനം ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഓർപ്പിച്ച ചില കാര്യങ്ങളാണ്. ആ അന്വേഷണത്തിൽ അവൻ കണ്ടെത്തിയത് അവൻ്റെ വഴി അവൻ തിരിച്ചറിഞ്ഞു. എത്ര പേർക്ക് മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ വേദം പറയുന്നു, വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം. ജീവിതം വിജയകരമായി തീരണമെങ്കിൽ നിന്റെ മുമ്പോട്ടുള്ള യാനങ്ങളിൽ നീ നയിക്കപ്പെടേണ്ട, നടത്തപ്പെടേണ്ട വഴി നീ തിരിച്ചറിയണം. ഏതിലേലും പോയാൽ ജീവിതം വിജയകരമായി തീരുകയില്ല.
ഇന്ന് നിങ്ങൾ സഞ്ചരിക്കുന്ന വഴിയുടെ പ്രത്യേകത എന്താ? ആമീൻ. നിങ്ങളുടെ ചിന്ത എന്താ? ആമീൻ. വചനം പറയുന്നു, ഒരു വഴി ഒരു മനുഷ്യന് ചൊവ്വായി തോന്നുന്നു. നിന്റെ ചൊവ്വിന്റെ വഴികൾ, നിന്റെ ആമീൻ ചിന്തകളിൽ ഉരുത്തിരിയുന്ന വഴികൾ, ആമീൻ ഇത് ആമീൻ വചനം പറയുന്നു, ഇത് മരണ വഴിയാണ്. അതുകൊണ്ടാ പ്രവാചകവരനായ ആമീൻ ദൈവത്തിന്റെ പ്രവാചകൻ വിളിച്ചു പറയുന്നത്, നിങ്ങൾ വഴികളിൽ ചെന്ന് വഴി ഏതെന്ന് ചോദിച്ച് അതിൽ നടന്നുകൊള്ളുവീൻ, നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ഇന്ന് ചില വിഷയസന്ധികളുടെ നടുവിൽ, ചില വെല്ലുവിളികളുടെ നടുവിൽ, ഭാവി ഉയർത്തുന്ന ഭയാശങ്കകളുടെ നടുവിൽ, ചില പോരാട്ടങ്ങളുടെ നടുവിൽ ആയിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ആമേൻ, നിങ്ങളുടെ ജീവിതം വിജയകരമായി തീരണമെങ്കിൽ നിങ്ങൾ മുൻപോട്ട് വെക്കേണ്ട ചുവടുകളെ കുറിച്ചുള്ള വ്യക്തത പ്രാപിച്ച് നിങ്ങളുടെ വഴി നിങ്ങൾ തിരിച്ചറിയണം. പഴയ പാട്ടുകാരൻ ചോദിച്ചു, ജീവിത യാത്രക്കാരാ, കാലടികൾ എങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? ഏതാ നിന്റെ വഴി? പ്രൈസ് ദി ലോർഡ്. ആമീൻ. നിങ്ങൾക്കറിയാം, ഈ ദിനവൃത്താന്ത പുസ്തകം പഠിക്കുമ്പോൾ ഇവിടെ ആമീൻ യെഹോശാഫാത്ത് കണ്ടെത്തിയ വഴി ഏതായിരുന്നു? ആമീൻ. അവന് മുമ്പുള്ള അവന്റെ രാജാക്കന്മാർ നടന്ന വഴിയുണ്ട്. ഓരോ ദേശത്തും അവർ അടിമകളായി പോയപ്പോൾ അവിടുത്തെ ദൈവങ്ങളെയൊക്കെ ഇങ്ങനെ സ്വീകരിച്ചു. എന്നിട്ട് ആ ദൈവങ്ങളെ ഒക്കെ അവർ ആരാധിക്കുവാനായി ശ്രമിച്ചു. എന്നാൽ ആമീൻ പാരമ്പര്യത്തിന്റെ ഇന്നലകളിൽ പാപം ചെയ്ത, അന്യാരാധന ചെയ്ത, അശുദ്ധി ചെയ്ത, അനീതി ചെയ്ത പിതാക്കന്മാരുടെ വഴിയെ പിന്തുടരാതെ യെഹോശാഫാത്ത് അവന്റെ പൂർവ്വ പിതാവായ ദാവീദിന്റെ വഴിയിൽ നടന്നു. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. നിനക്ക് മുമ്പിലുള്ള പൂർവ്വപിതാക്കന്മാർ അവരെത്ര പ്രഗത്ഭന്മാരാണെങ്കിലും അവർ നടന്നത് അന്യരാധയുടെ വഴിയാണെങ്കിൽ, ആ വിചാരത്തിന്റെ വഴിയാണെങ്കിൽ, മന്ത്രവാദത്തിന്റെ വഴിയാണെങ്കിൽ, അന്യാരാധയുടെ വഴിയാണെങ്കിൽ അതിൻ്റെ പുറകെ പോകാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അവരൊക്കെ എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യണ്ടേ? വേണോ? ചിലർ പറയുന്ന വാദം, നാട് ഓടുമ്പം എന്ത് വേണം? നടുവേ ഓടണം. യഹോശാഫാത്ത് അങ്ങനെ ചെയ്തില്ല കേട്ടോ. ഇവിടെ അക്രൈസ്തവ മാർഗത്തിൽ നിന്നും ആമീൻ വന്നൊരു സ്നേഹിതനാണ് ഇന്ന് വചനം പ്രസംഗിക്കുന്നത്. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ആമീൻ. ഹല്ലേലൂയ. ഒരു കാലത്ത് ദൈവമല്ലാത്തതിനെ ആരാധിച്ചിരുന്ന സ്ഥാനത്ത്, ആമീൻ, കൈപ്പണിയായതിനെ ആരാധിച്ച സ്ഥാനത്ത് ദൈവം വിളിച്ചൊരു മനുഷ്യനാണ് സൈമൺ നാരായണൻകുട്ടി. ഹല്ലേലൂയ. വേറെ പണിയില്ലാഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചതല്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ ആത്മഹത്യയുടെ മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ തേടി വന്ന്, ഹല്ലേലൂയ, തന്നെ സ്നേഹിച്ച് തെരഞ്ഞെടുത്ത്, ഹല്ലേലൂയ, അഭിഷേകം ചെയ്ത് ഇന്ന് നടത്തുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ പിതാക്കന്മാർ പോയ വഴിയെ പോകാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം കുടിക്കുന്നില്ല, പിന്നെ നമ്മൾ കുടിച്ചിട്ടെന്താ? പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ഒരു സ്നേഹിതനെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, സ്നേഹിത, ഇവിടെ മദ്യപാനത്തെക്കുറിച്ച് പറയരുത്, കാരണം ഇവിടെ മിക്കവാറും എല്ലാവരും എന്ത് ചെയ്യുന്ന, ആണും പെണ്ണും എല്ലാം അടിക്കുന്ന. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? സുവിശേഷം നിന്നെ നൊമ്പരപ്പെടുത്തുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിന് സൗഖ്യം വരണമെങ്കിൽ, ആമീൻ, അതിന് നീ ചില നിഷ്ഠകളൊക്കെ ഉണ്ട്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. ആമീൻ. ചില മരുന്ന് ഫലിക്കണമെങ്കിൽ ചില പഥ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിന്റെ നടുവിൽ ദൈവമല്ലാത്തതിനെ ആരാധിക്കുന്നവർ, മന്ത്രവാദികളെ അടുത്ത് പോകുന്നവർ, ആ വിചാരം ചെയ്യുന്നവർ, ശകുനവാദി ഉണ്ടെങ്കിൽ നീ ഇവിടെ വരണ്ട, വേറെ പണിക്ക് വെക്കൂ.
ഇന്നിത് വിട്ടോണം. പിതാക്കന്മാരൊക്കെ പല പണിക്കും പോയി. യോശഫാത്ത് പറഞ്ഞു, ഇല്ല, ഞാൻ ആ വഴിക്കില്ല. എൻ്റെ പൂർവ്വപിതാവായ അബ്രഹാം ബാൽ വിഗ്രഹങ്ങളെ ആദരിക്കാതെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, അശേര പ്രതിഷ്ഠകളുടെ പുറകെ പോകാതെ, കൈപ്പണി ആയുധനെ ആരാധിക്കാതെ, ആമേൻ, യഹോവയായ ദൈവത്തെ ആരാധിച്ചവനായിരുന്നു. അതുകൊണ്ട് യഹോശാഫാത്ത് ആരെ അന്വേഷണത്തിൽ അവൻ കണ്ടെത്തിയത് ഏത് വഴിയെ നടക്കണമെന്നുള്ള ഉത്തമമായ ബോധ്യം, കൃത്യമായ ബോധ്യം, അവബോധം അവൻ്റെ അന്തരാത്മാവിൽ ഉണ്ടായി. അത് നിമിത്തം അവന് എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ ദൈവത്തോട്, ദാവീദ് അന്വേഷിച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറായി. മറ്റെല്ലാ പണിയും ഒന്ന് അവസാനിപ്പിച്ചിട്ട്. ഞാൻ പലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, പഴയ കൂട്ടായ്മക്കാർക്കൊക്കെ അറിയാം, നമ്മുടെ പണ്ട് മനോരമ പത്രത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് പേജിൽ ഒരു പരസ്യം വരുക. ഞാൻ ഈ അടുത്തിടെ പാലക്കാട്ട് പോയപ്പോൾ ആ സ്ഥലത്തൂടെ പോയത്. മറ്റൊന്നും ഫലിക്കാതെ വരുമ്പോൾ എന്തുപയോഗിക്കണം? കാളൻ നെല്ലായി. പ്രായമുള്ളവർക്കൊക്കെ അറിയാം, പഴയ മനോരമ പത്രം എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ ഏറ്റവും മനോരമയെന്ന് എഴുതിയിരിക്കുന്ന, മലയാള മനോരമയെന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ടുമേളിലായി ഈ പരസ്യം വരുവായിരുന്നു. മറ്റൊന്നും ഫലിക്കാതെ വരുമ്പോൾ എന്തുപയോഗിക്കണം? കാളൻ നെല്ലായി. ഒരു ആയുർവേദ മരുന്നിൻ്റെ പരസ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് പ്രസംഗിക്കാൻ പോയപ്പോൾ അതിലെയാണ് പോയത്. നെല്ലായി എന്ന് പറയുന്ന നമുക്ക് മറ്റെല്ലാ പരിപാടിയും ഫലിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ആരുടെ അടുക്കലേക്ക് വരുന്നത്? മെഡിക്കൽ കോളേജിൽ പോവും, RCC പോവും, അങ്ങ് മറ്റേ എവിടെയൊക്കെ എത്തിക്കാമോ അവിടെ എല്ലാം പോയി കഴിയുമ്പോൾ പരാജയപ്പെടുമ്പോൾ സുല്ലിട്ടിട്ട് പിള്ളേർ പറയുന്ന പോലെ നമ്മൾ ആരുടെ അടുത്ത് വരും? പ്രൈസ് ദി ലോർഡ്. ഈ സമയം കൊണ്ട് നഷ്ടപ്പെടാവുന്നതൊക്കെ നഷ്ടപ്പെടും. മനസ്സിലായോ? വചനം പറയുന്നു, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബെയൽസബൂലിനെ കൊണ്ട് ബെയൽസബൂലിനെ പുറത്താക്കാൻ പറ്റുമോ? ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. നീ ഇച്ചിരി നേരത്തേക്കൊന്ന് മാറി നിൽക്കും, ഞാൻ കുറച്ച് പൈസ ഇവിടെ ഒന്നും ഇവൻ്റെ ഒന്നും അടിച്ചു മാറ്റട്ടെ എന്ന് പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. പ്രൈസ് ദി ലോർഡ്. വെറുതെ പോകുകയാ, വെറുതെ പണം പോകാമെന്നുള്ളത്. യഹോശഫാത്ത് തീരുമാനിച്ചു, ഈ സംഘടിത സമൂഹത്തിന്റെ നടുവിൽ എനിക്ക് ജയം തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ദാവീദിന് ചെന്നിടത്തൊക്കെയും ജയം കൊടുത്തൊരു ദൈവമുണ്ട്. 5 രാജാക്കന്മാർ വന്ന സ്ഥാനത്ത് വെറും 318 പേരെ കൊണ്ട് അബ്രഹാമിന് ജയം കൊടുത്തൊരു ദൈവമുണ്ട്. മനസ്സിലായോ? ദാവീദ് 300 പേരെ കൊണ്ടാ ജയിച്ചത്. ആ ദൈവം മതി എനിക്കിവിടെ ജയം തരാൻ. ഇന്ന് പകൽക്കാലം റഷ്യയും ലോകത്തുള്ള ചൈന എല്ലാം കൂടെ ഒന്നിച്ച് നിനക്കെതിരെ വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, ആമീൻ. നിന്റെ രോമത്തിന് പോലും അവന് തൊടാൻ കഴിയത്തില്ല കേട്ടോ. ആമീൻ. ആരൊക്കെ സംഘടിതമായി വരാൻ കഴിയട്ടെ. ഹല്ലേലൂയ. നിന്റെ അസ്ഥികൾ പോലും ആമീൻ ഒന്നും സംഭവിക്കാതെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. ആമേൻ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ഓർപ്പിക്കാൻ താല്പര്യപ്പെട്ടത് അവൻ്റെ അന്വേഷണം അവനെ അവൻ്റെ ജീവിതത്തിൽ അവൻ മുൻപോട്ട് ചുവട് വെക്കേണ്ട വഴിയെക്കുറിച്ചുള്ള വ്യക്തത, അതിനെക്കുറിച്ചുള്ള അവബോധം അവൻ്റെ അന്തരാത്മാവിൽ നൽകി. പൂർവ്വപിതാക്കന്മാരുടെ വഴിയെ പോകാതെ ഇസ്രായേലിന്റെ മധുരഗായനും യഹൂദിയുടെ ദ്വിതീയ രാജാവുമായ ദാവീദിന്റെ വഴികൾ അവൻ നടക്കുവാൻ തീരുമാനിച്ചു. ദാവീദിന്റെ വഴി എന്താ? മനുഷ്യൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സൈന്യ ബഹുത്വത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മന്ത്രവാദിയിൽ ആഭിചാരകൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വാമി വിവേകാനന്ദ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഭാവി ഒരു നക്ഷത്രത്തിലല്ല. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കുക, മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കുക. ആമീൻ. ബുദ്ധിശൂന്യനും വിവേകശൂന്യനുമാണ് ഇതിന്റെ പുറകെ പോകുന്നത്.
മനസ്സിലായി? ഇന്ന് നിർത്തിക്കോണം. നിന്റെ കുടുംബത്തിൽ അനർത്ഥം ഉണ്ടാകരിക്കാൻ തലമുറ ഒന്നൊന്നായി നഷ്ടപ്പെടാൻ തുടങ്ങും. നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. ഇതിവിടെ നിർത്തിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അവസാനിച്ചോണം. നിന്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാ. മദ്യം കൊണ്ടതിനെ മലിനപ്പെടുത്തരുത്. എൻ്റെ കുടുംബത്തിലൊരു മദ്യപാനി ഉണ്ടാകാൻ പാടില്ല. എൻ്റെ തലമുറയിൽ മദ്യപാനി ഉണ്ടാകാൻ പാടില്ല. ഇന്ന് പകൽക്കാലം എത്ര പേർ പ്രാർത്ഥിക്കും? അന്യാരാധനക്കാരൻ എൻ്റെ അതിരിൽ പോലും കടക്കരുത്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കുക. വചനം പഠിപ്പിക്കുന്നുണ്ട്. അയ്യോ, നിങ്ങൾക്ക് വരാൻ പോകുന്ന ദുര്യോഗം എന്താണെന്ന് തിരിച്ചറിയണം. അന്യദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അല്ലാതെ ദൈവത്തിന്റെ സ്ഥാനത്ത് നീ ആരെയൊക്കെ പ്രതീക്ഷിക്കുന്നുവോ അതാണ് വിഗ്രഹം. ആ അന്വേഷണം വഴി തിരിച്ചറിയുവാൻ അവനെ ഇടയാക്കി. 2, ആ അന്വേഷണം അവനെ എവിടെ എത്തിച്ചു? വഴി തിരിച്ചറിഞ്ഞവൻ ഈ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തുകയാണ്. എങ്ങനെയാ? അവൻ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. യഹോവയെ അന്വേഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? യഹൂദയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യെഹോശാഫാത്ത് എന്ത് ചെയ്തു? അവൻ്റെ അന്വേഷണം ഈ പ്രശ്നത്തിൻ്റെ ആത്യന്തികമായ പരിഹാരമായ പ്രാർത്ഥനയിലേക്ക് അവനെ എത്തിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പാട്ടുകാരൻ പാടിയതുപോലെ പ്രാർത്ഥനയാലേ സാധിക്കാത്ത കാര്യമില്ലൊട്ടും. പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കയില്ലെന്നു. പ്രാർത്ഥനയാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹത്തോട് ഞാൻ മറുപടിയായി പറയട്ടെ. ആമീൻ. അദ്ദേഹം പറഞ്ഞു, ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന് പിന്നെ സ്വർഗത്തിൽ എന്തോ വാഴയ്ക്ക ചെയ്യാനാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ ഹല്ലേലൂയ ആമീൻ ദൈവം ചെയ്തത് വർണ്ണിപ്പാൻ കഴിയാത്ത നിലയിൽ ഞങ്ങൾക്ക് പറയാനുണ്ട്. സ്നേഹിത, താങ്കൾ ഞങ്ങളെ ഒന്ന് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ നിരന്ന് എന്ന് പറയാൻ കഴിയും ഭൂമിയിൽ ഈ ദൈവം എന്താ ചെയ്തെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ തിരക്കഥയനുസരിച്ച് ഈ വചനത്തിന്റെ വള്ളിയോ പുള്ളിയോ മാറാതെയാണ് ഇന്ന് ലോക ചരിത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രം എന്ന് പറയുന്നത് അവന്റെ ചരിത്രമാണ്. ആ ചരിത്രത്തെ മാറ്റിമറിക്കാൻ ആമേൻ പലരും ശ്രമിച്ചു. പണ്ടൊരു പ്രസിഡന്റ് നാസർ ശ്രമിച്ചു. ആമീൻ. അദ്ദേഹം പരാജയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. യെരൂശലേമിന്റെ വാതിൽ ഞാൻ തുറക്കും, എൻ്റെ വെള്ള കുതിരപ്പുറത്ത് ഞാൻ അതിലൂടെ യാത്ര ചെയ്യുമെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അയാൾ ലോകത്തിൽ നിന്ന് പോയി. മറ്റൊരു മനുഷ്യൻ സദ്ദാം ഹുസൈൻ പറഞ്ഞു, ഞാൻ ഈ വാതിൽ, കിഴക്കേ വാതിലൂടെ അകത്തു കിടക്കും. എന്തിയെ സദ്ദാം ഹുസൈൻ? പ്രൈസ് ദി ലോർഡ്. സർ വോൾട്ടയർ പറഞ്ഞു, 100 വർഷം കൊണ്ട് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഈ ബൈബിൾ ലോക ചരിത്രത്തിൽ നിന്ന് എന്തെന്നേക്കുമായി അപ്രസക്തമാകും. ആമീൻ. വോൾട്ടയറെ അങ്ങ് എവിടെയാ? സർ വോൾട്ടയറുടെ ആമീൻ 3 നില കെട്ടിടം ബൈബിൾ സൊസൈറ്റിയുടെ ആസ്ഥാനമാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ നിന്നും യുക്തിയിൽ നിന്നും എടുത്ത പുസ്തകങ്ങൾ എടുത്തു മാറ്റി ആമേൻ ആമേൻ ഇന്നവിടെ വിശുദ്ധ വേദം കൊണ്ട് നിറഞ്ഞിരിക്കുകയാ. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഞാൻ പറയാൻ താല്പര്യപ്പെട്ടത് അന്വേഷണം, അർത്ഥവത്തായ അന്വേഷണം ആത്യന്തികമായ പരിഹാര ചിന്തയിലേക്ക് അവനെ എത്തിച്ചു. നിന്റെ എല്ലാ പ്രശ്നത്തിനും ഒറ്റ പരിഹാരമുള്ളൂ. മുഴങ്കാൽ ഒന്ന് നിന്ന് നോക്കിക്കുക. വിരോധ കൽപ്പന എഴുതിയിരിക്കുന്നു അറിയപ്പോൾ ദാനിയേലിന് വേണമെങ്കിൽ ഒന്ന് വണങ്ങായിരുന്നില്ലേ? ഇപ്പൊ നമ്മൾ ഒത്തിരി അടുത്ത് വണങ്ങുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പറഞ്ഞു, ഇല്ലില്ല, ഇതിന് ഞാൻ തയ്യാറല്ല. കാരണം ഏമൻ ഒരു എബ്രായൻ എന്നുള്ള നിലയിൽ
ഒരൊറ്റ ഒരുത്തൻ്റെ മുമ്പിൽ വണങ്ങി എനിക്ക് പരിചയമുള്ളൂ. അത് സാക്ഷാൽ ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ. ആ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും. ഇല്ലെങ്കിലും ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഈ ദൈവമല്ലാത്തതിനെ ദൂരാ സമൂഹത്തിൽ നിൽക്കുന്ന വിഗ്രഹത്തെ ഞാൻ നമസ്കരിക്കുവാൻ തയ്യാറല്ല. പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നിന്റെ ഭവനത്തിൻ്റെ അവസ്ഥ മാറും, നിന്റെ തലമുറയുടെ അവസ്ഥ മാറും. ഓ ഹല്ലേലൂയ, ആമേൻ. ഇന്ന് നീ മുട്ടുമടക്കുന്നവരൊക്കെ നിന്റെ മുമ്പിൽ മുട്ടുമടക്കും. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. നീ ലജ്ജാ വിഷയമായി തീരുകയില്ല. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവന് കൃത്യമായി അറിയാമായിരുന്നു ആരോടാ പ്രാർത്ഥിക്കേണ്ടത്. പുണ്യപുരുഷന്മാരോടൊന്നും അല്ല അവൻ പ്രാർത്ഥിച്ച, അവരോടൊന്നും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ നിർത്തുകയാണ്. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? സ്വർഗസ്ഥനായ പിതാവേ. യഹോശാഫാത്ത് പ്രാർത്ഥിച്ചത് എങ്ങനെയാ? നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. ഒരൊറ്റ ചിന്ത പറയാം. അതിൽ നിന്ന് യഹോശാഫാത്ത് അർത്ഥമാക്കിയത് എന്താണെന്നറിയാമോ? ഈ താണ ഭൂമിയിൽ വസിക്കുന്ന എനിക്ക് എൻ്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് അറിയില്ല. എൻ്റെ ഈ നഗ്ന നയനങ്ങൾ കൊണ്ട് എനിക്കെൻ്റെ മുമ്പിലുള്ളവരെ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. എൻ്റെ പിൻപിലുള്ളവരെയും എൻ്റെ ഇടത് സൈഡിലുള്ളവരെയും ചിരിച്ചുകൊണ്ട് എന്നെ ചതിക്കാൻ വരുന്നവരെയും ഹല്ലേലൂയ എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ, സ്വർഗത്തിലുള്ള ദൈവമേ, ഉയരത്തിലുള്ള ദൈവമേ, നിനക്ക് സകലരെയും കാണാം. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. സ്വർഗസ്ഥനായ പിതാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവിനോടായിരിക്കണം. ആമീൻ. ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ കഴിയുന്ന ഒരു പുണ്യപുരുഷനും ഒരഭിഷിക്തനും ഹല്ലേലൂയ ഒരു അപ്പോസ്തലനും ഈ ലോകത്തിലില്ല. ആമീൻ. പ്രാർത്ഥന കേൾക്കുന്നവൻ അവൻ നമ്മുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. എന്നിട്ട് പറയുക, നീ സകലത്തെയും ഭരിക്കുന്ന ദൈവമാ. ഞാൻ പറയട്ടെ, നമ്മളെ ഇന്ന് ഭരിക്കാൻ, അമേരിക്കയെ ഭരിക്കാൻ ജോ ബൈഡൻ ഉണ്ട്, ഇനിയും ട്രംപ് വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. റഷ്യയെ ഭരിക്കാൻ വ്ളാഡിമിർ പുടിനുണ്ട്. എന്നാണ് അങ്ങേര് തെറിക്കുന്നതെന്ന് അറിയത്തില്ല. ഇന്ത്യയെ ഭരിക്കാൻ നമ്മുടെ മോദി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ കേരളത്തെ ഭരിക്കാൻ പിണറായി ഉണ്ട്. എന്നാൽ ഇവരുടെ സിംഹാസനങ്ങളെല്ലാം ഒഴിഞ്ഞു പോയാലും ഹല്ലേലൂയ, ആമീൻ, നമ്മുടെ ദൈവം ആരാ? അവൻ സകലത്തെയും ഭരിക്കുന്ന ദൈവമാണ്. മനസ്സിലായില്ലേ? ഇവരെ എല്ലാം ഭരിക്കുന്നത്, ഇവരുടെ മേലെല്ലാം വാഴുന്നത് ആരാ? സകലത്തെയും ഭരിക്കുന്ന ദൈവം. വീട്ടിൽ പോയി വായിച്ചോണം. എൻ്റെ മുമ്പിൽ സമയമില്ല, കർത്താവിൻ്റെ ദാസൻ സമയം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആമീൻ. മാത്രമല്ല, ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നീ ഞങ്ങളെ ആക്കിയിരിക്കുന്ന അവകാശ ദേശത്ത് ഞങ്ങളെ പുറത്താക്കാൻ ആര് വരുന്നു? ഞങ്ങൾ ഇന്ന് നീ തന്നിരിക്കുന്ന വാഗ്ദത്തത്തിലായിരിക്കുന്നത്. ആ വാഗ്ദത്തത്തിൽ ഞങ്ങളെ പുറത്താക്കാനായി ഉമ്മാര് വരുന്നത്. മനസ്സിലായോ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. വാഗ്ദത്തം നിന്റെ നിക്ഷേപമാണ്. അങ്ങനെയെങ്കിൽ നിന്നെ ദൈവമാ ചില സ്ഥലത്താക്കിയെങ്കിൽ, നിന്റെ തലമുറയെ ദൈവമാ ചില സ്ഥലത്താക്കിയെങ്കിൽ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ മാറ്റിമറിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. നിന്റെ തലമുറയുടെ ജീവിതം തകർക്കാൻ, ഭാവിയെ തകർക്കാൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നിന്റെ കുടുംബത്തെ ശൂന്യമാക്കാൻ, ഹല്ലേലൂയ, ദൈവത്തിന് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാനാ പദ്ധതിയെങ്കിൽ അതിനെ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല. ദൈവമാ നിനക്ക് വേണ്ടി വഴി തുറക്കുന്നതെങ്കിൽ അതിനെ അടയ്ക്കാൻ ആർക്കും കഴിയില്ല. യഹോശാഫാത്ത് പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമികയിൽ ഞങ്ങൾ ആയിരിക്കുന്നു, അവിടുന്ന് ഞങ്ങളെ ഓടിച്ചു കളയുവാൻ നിന്റെ തലമുറ ദൈവം തന്നതാണെങ്കിൽ, ആമേൻ, ദൈവം തന്ന തലമുറയെ ദൈവം അനുഗ്രഹിക്കുക. നിന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളാണെങ്കിൽ നിന്റെ ഭാവിയെ ദൈവം അനുഗ്രഹിക്കുക. ഞാൻ വിവരിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ വിരാമം ഇടുകയാ. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാസൻ ദൈവന ശുശ്രൂഷയ്ക്കായി നമ്മുടെ നടുവിൽ പ്രവേശിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഒറ്റ നിമിഷം ആമേൻ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നിന്റെ വാഗ്ദത്തത്തിൽ നിന്നെ ഓടിച്ച് കളയാൻ ആർക്കും കഴിയില്ല. ഓ, നിന്റെ വഴികളെ അടയ്ക്കുവാൻ ആർക്കും കഴിയില്ല. ഓ, നിന്റെ ആമേൻ നീ ആയിരിക്കുന്ന വാഗ്ദത്തത്തിൻ്റെ അനുഗ്രഹത്തിന് മേൽ അവകാശം പറഞ്ഞ് നിന്നെ അറുക്കുവാൻ, മുടിക്കുവാൻ, നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഞാൻ ആമേൻ അവസാനിപ്പിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പാടാം. ഇന്നോളം ആരും ആമേൻ കാണാത്ത ഹല്ലേലൂയ അത്ഭുത നന്മകൾ എനിക്കായി ആമേൻ യേശു നൽകിടുന്നു. എൻ്റെ വിശ്വാസ കണ്ണാൽ ഞാൻ കാണുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് മുതൽ അത്ഭുതമാ കേട്ടോ. നിന്റെ കുടുംബത്തിൽ അത്ഭുതമാ, തലമുറയുടെ ജീവിതത്തിൽ അത്ഭുതമാ. നഷ്ടങ്ങൾ മാറുകയാ, വേദനകൾ മാറുകയാ. പ്രൈസ് ദി ലോർഡ്. അത്ഭുതം, അത്ഭുതം, ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുകയാ. എല്ലാവരും കണ്ണുകളെ അടച്ച് കരങ്ങളെ തട്ടി ചേർന്ന് പാടാ. ആരും കേൾക്കാത്ത, ഇന്നോളം കണ്ണു കണ്ടിട്ടില്ലാത്ത അത്ഭുത നന്മകൾ എനിക്കായി യേശു ഒരുക്കുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു. ഇന്നോളം ആരും കേൾക്കാത്ത, ഇന്നോളം കണ്ണു കണ്ടിട്ടില്ലാത്ത അത്ഭുത നന്മകൾ എനിക്കായി യേശു ഒരുക്കുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ കണ്ടിടുന്നു. യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ അഭിഷേകം. യേശുവേ, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ അഭിഷേകം. യേശുവേ, യേശുവിൻ നാമത്തിൽ വിടുതൽ, യേശുവിൻ നാമത്തിൽ സൗഖ്യം, യേശുവിൻ നാമത്തിൽ അഭിഷേകം. യേശുവേ,